നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫേഴ്സ് പ്ലസ് ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ന്യൂസസിനെ പറ്റിയാണ് ഡിസ്കഷൻ. ഇത് ഹിന്ദു ന്യൂസിലെ ഫ്രണ്ട് പേജിൽ തന്നെയുള്ള ഒരു ന്യൂസാണ്. 10 പെട്രോളിംഗ് പോയിന്റ്സ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് ബ്ലോക്ക്ഡ് ബൈ ചൈനീസ്. സമാന്തരമായിട്ടുള്ള ഒത്തിരി ന്യൂസസ് മറ്റു ന്യൂസ് പേപ്പറിലും വെബ് മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ പറ്റിയാണ്. LAC സ്റ്റാൻഡ് ഓഫിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. സോ LAC എന്ന് പറയുമ്പോൾ അത് 1959 ഡിഗ് ബാക്ക് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ജവഹർലാൽ നെഹ്റു അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ഷൗ എൻലൈക്ക് അയച്ച ഒരു കത്തിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. എക്സൈസ് ഇന്ന് പോലുള്ള മേഖലകൾ ചൈനീസ് അനധികൃത നിയന്ത്രണത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന് കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് LOC ആണ്, ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ഇതെന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ ആൻഡ് പാക്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതാണ് LOC എന്ന് പറയുന്നത്. സോ LAC എന്ന് പറയുമ്പോൾ ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ലഡാക്കിൽ ചൈനയായിട്ടുള്ള ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്ന അതിർത്തി പ്രദേശമാണ്. അപ്പോൾ അത് തമ്മിൽ തെറ്റിപ്പോകണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇഷ്യൂ അതിൻ്റെ കണ്ടന്റ് അറിയാമെങ്കിൽ ജസ്റ്റ് ആ ന്യൂസിൻ്റെ ഒരു ഹെഡ്ലൈൻ മാത്രം നോക്കിപ്പോയാലും മതിയാവും. ദെൻ ഇവിടെ 2 മെയിൻ ആർട്ടിക്കിളാണ് ഇന്ന് വായിക്കാനായിട്ട് പറയുന്നത്. അതിലൊരു മെയിൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അഫ്ഗാൻ പീസിനെ പറ്റിയാണ്. സോ അനദർ അഫ്ഗാൻ പീസ് പുഷ് ആൻഡ് എ റോഡ് ഫോർ ഇന്ത്യ. ഇത് എഴുതിയിട്ടുള്ള ഒരു ഫോർമർ ഡിപ്ലോമാറ്റായ രാകേഷ് സൂഡാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്ത് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഡൈനമിക്സ് ഓഫ് നെഗോസിയേഷൻ, അതുപോലെ ദ താലിബാൻ ഫാക്ടർ, പിന്നെ ചലഞ്ചസ് എഹെഡ്, പിന്നെ ഇവോൾവിങ് ഇന്ത്യൻ സ്റ്റാൻസ്, അങ്ങനെ പറഞ്ഞൊരു 4-5 പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ഇതിൽ നിന്ന് പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് എസ്പെഷ്യലി മധ്യേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാര്യം മധ്യേഷ്യയുമായിട്ടും അതുപോലെ പശ്ചിമ ഏഷ്യയുമായിട്ടും വെസ്റ്റേൺ ഏഷ്യയുമായിട്ടും ഉള്ളൊരു കണക്ഷന്, അതുപോലെ അഫ്ഗാനിൽ ഒരു പീസ് നിലനിർത്തേണ്ട വളരെയധികം ആവശ്യമാണ്. സോ ഇറാനിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇറാൻ അഫ്ഗാൻ ഏരിയാസിൽ എസ്പെഷ്യലി ഓയിലും അതുപോലെ ഗ്യാസും ഒക്കെ റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യാനും ഒക്കെ ഇതൊക്കെ ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണ്. സോ അവിടെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ താലിബാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീസ് ടോക്ക് നടക്കുന്നുണ്ട്. സോ അതിലെത്രത്തോളം ഇന്ത്യയുടെ ഒരു ഭാഗമുണ്ട്, വാട്ട്സ് ദ റോൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് വളരെയധികം കൺസേൺ ആണ്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ദെൻ GSTയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എഴുതിയിട്ടുണ്ട്. അരുൺ കുമാർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇത് അദ്ദേഹം ഒരു പ്രൊഫസർ കൂടിയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആക്യുറസി ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ആക്യുറസി ഓഫ് എസ്റ്റിമേറ്റ്, ദെൻ ബഡ്ജറ്റിംഗ് കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റ് ഷോർട്ട് ഫാൾ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫാളിനെ പറ്റി നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GSTയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഇഷ്യൂസ് സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ നടക്കുകയാണ്. സോ ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ദെൻ ഇവിടെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു. L&Tക്കല്ല, ബിഡ് ടാറ്റയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. സോ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റ് ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു പുതിയൊരു കൺസ്ട്രക്ഷൻ ആണ്, പുതിയൊരു പ്രൊജക്റ്റ് ആണ്. ഏതാണ്ട് 860 കോടി രൂപയാണ് ഇതിന് ഇപ്പോൾ ബിഡ് പോയിരിക്കുന്നത്. സോ അതിൽ പ്രാധാന്യം ഇത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ SSCക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള PC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുക എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. പാക് ഷെല്ലിംഗ് മേക്സ് വില്ലേജേഴ്സ് ഫ്ലൂ ഇൻ പാനിക്. ഇത് ഹിന്ദുവിലുള്ളൊരു ന്യൂസാണ്. അതിന് സമാന്തരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ന്യൂസസ് വരുന്നുണ്ട്. എസ്പെഷ്യലി പാക് ഷെല്ലിങ്ങിനെ പറ്റിയാണ്. ഈ പാക് ഷെല്ലിങ്ങിനെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ഹ്യൂമൻ റൈറ്റ് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ സിവിലിയന് നേരെയുള്ള അറ്റാക്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എസ്പെഷ്യലി നമുക്ക് SAയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ SIക്കും GS ക്വസ്റ്റ്യനും ഒക്കെ ഒരുപാട് പോയിന്റ്സ് കിട്ടാൻ വേണ്ടി ഹ്യൂമൻ റൈറ്റ് വയലേഷനൊക്കെ ഉള്ള പോയിന്റ്സ് എങ്ങനെയാണ് വേ ഫോർവേഡ് ക്രിറ്റിസിസം ആയിട്ട് എഴുതാം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയുള്ള ഒരു ആർട്ടിക്കിൾസ് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്.
പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഒന്നും കിട്ടാറില്ല ഇതിൽ. പവേഴ്സ് അണ്ടർ AFSPA ആർമി ഫോഴ്സ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് എക്സീഡ് ഇൻ ഷോപ്പിയൻ. ഇപ്പോൾ വരുന്നത് ഒരു പ്രൈമാഫിസി എവിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാലുള്ള ഒരു എവിഡൻസ് വരുന്നത് ആർമി ട്രൂപ്സിനെതിരെയാണ്. അതായത് ഷോപ്പിയൻ എൻകൗണ്ടർ എന്ന് പറയുന്നത് AFSPയുടെ എക്സ്റ്റൻഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ ഇഷ്യൂ വിട്ടിട്ട് എന്താണ് കാര്യം നോക്കാം. നമുക്ക് ന്യൂസ് കളയാണ്. AFSPA ആർമി ഫോഴ്സ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് 1958 പാർലമെന്റ് അനുവാദം കൊടുത്ത ഒരു ആക്ടാണ്, സ്പെഷ്യൽ ആക്ടാണ്. ഇത് പ്രകാരം ആർമിയുടെ ഇന്ത്യൻ ആർമിയുടെ ഫോഴ്സസിന് ഒരു സ്പെഷ്യൽ പവർ കിട്ടുകയാണ്. എസ്പെഷ്യലി ഡിസ്റ്റർബ്ഡ് ഏരിയാസിൽ പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് AFSPA ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ആസാം, മണിപ്പൂർ, പിന്നെ നാഗ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. 1976 ഒരു പുതിയൊരു ആക്ട് കൂടെ വന്നായിരുന്നു, സ്പെഷ്യൽ കോർട്ട് ആക്ട് ആണ്. അത് ഡിസ്റ്റർബ് ഏരിയ സ്പെഷ്യൽ കോർട്ട് ആക്ട് എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസിനെ പറ്റി ഒരു സ്പെഷ്യൽ മെൻഷൻ അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ 1983 ആയപ്പോൾ പഞ്ചാബും ചണ്ഡീഗഡും ചണ്ഡീഗർഹ് എന്ന് എഴുതാം, ചണ്ഡീഗറും AFSPയുടെ അടിയിൽ വന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഖലിസ്ഥാൻ മൂവ്മെന്റുകൾ ഒരുപാട് ആ സമയത്തുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ സമയമായിരുന്നു. സോ അവിടെയും ഈ AFSPA വന്നു. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ 1990 മുതലാണ് AFSPA നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസും സംഘടനകളും ഒക്കെ പറയുന്ന ഒരു കാര്യം AFSPA എന്ന് പറയുന്നത് നിർത്തലാക്കണം. കാര്യം ഈ ഒരു ആക്ട് നിൽക്കുന്ന സമയത്ത് ആർമിക്ക് കുറച്ച് കൂടുതൽ പവേഴ്സ് കിട്ടുകയാണ്. അപ്പോൾ അവർ എൻകൗണ്ടേഴ്സ് പോലുള്ള കില്ലിങ്സ് ഉണ്ടാകുമ്പോൾ അവരുടെ ട്രയലിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് തന്നെയാണ് ഈ ഷോപ്പിയൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആർമിയുടെ പ്രഥമ ദൃഷ്ടിയുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ആർമി ട്രൂപ്പിനെതിരെ തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. കൂടുതൽ ന്യൂസ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം. ചൈന സെൻസ് ഫൈറ്റേഴ്സ് ടുവേഴ്സ് തൈവാൻ. ഇതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തത് തായ്വാൻ സ്ട്രൈറ്റിനെ പറ്റിയാണ്. തായ്വാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത് സൗത്ത് ചൈന സീ അല്ലെങ്കിൽ ദക്ഷിണ ചൈന കടലിന്റെ നോർത്ത് ഭാഗത്താണ് തായ്വാൻ സ്ട്രൈറ്റ്. ഇതെന്ന് പറയുന്നത് ചൈനയ്ക്കും അതുപോലെ തൈവാനും ഇടയിലായിട്ടാണ് ഈ തായ്വാൻ സ്ട്രൈറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ലേയിൽ അല്ലെങ്കിൽ ലഡാക്കിൽ ഇന്ത്യ ചൈന ആർമി സ്റ്റാൻഡ് ഓഫ് പോലെ തന്നെയാണ് സൗത്ത് ചൈന സീയിൽ US ചൈന സ്റ്റാൻഡ് ഓഫ് നിൽക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വാർത്തകൾ ഓരോ മണിക്കൂറിലും വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു മോർലെസ് സെയിം വാർത്തകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിന് കാര്യമുണ്ട്. കാര്യം വേൾഡ് ഓർഡർ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കാര്യം, വേൾഡിൽ ഒരു ബൈപോളാർ ആയിരുന്നു ഒരു സമയം വരെ. കോൾഡ് വാറിന് ശേഷം അത് ഒരു സിംഗിൾ പോളാർ, അതായത് US പ്രോമിനൻ്റ് ആവുന്ന ഒരു രീതിയിലായിരുന്നു. പിന്നെ ചൈന ഒത്തിരി കണ്ടങ്ങ് വളർന്നു. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ബൈപോളാർന്നോ അല്ലെങ്കിൽ മൾട്ടി പോളാർന്നോ പറയാവുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇന്റർനാഷണൽ ഓർഡേഴ്സിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൺട്രി ഓഫ് ഒറിജിൻ ഓണസ് ഈസ് ഓൺ ഇമ്പോർട്ടേഴ്സ്. ഇവിടെ ആസിയാൻ ഫ്രീ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. സോ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റൂൾസ് ഓഫ് ഒറിജിൻ അണ്ടർ ട്രേഡ് എഗ്രിമെന്റ് റൂൾ 2020. ഇത് PIBയിൽ വന്ന ഒരു ന്യൂസാണ് ഇന്ന് റിലീസ് ചെയ്തത്. അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിൽ നിർമ്മല സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കാരണം ഉണ്ടാകുന്ന ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന്റെ ത്രെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് റൂൾസ് കൊണ്ടുവരുമെന്നാണ്. സോ ഈ കരോട്ട 2020 എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇമ്പോർട്ടേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പുതിയ പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ടാണ് അറ്റ് ദ സെയിം ടൈം
ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രീ ട്രേഡിൻ്റെ ഒരു മിസ്യൂസിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. അതായത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ മിസ്യൂസിൽ നിന്ന് ഒഴിവാകുന്ന രീതിയിലാണ് ഇപ്പോൾ കരോട്ട 2020 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള സർക്കിൾ എന്ന് പറയുന്നത് 21 ഓഗസ്റ്റ് 2020 ഇതിൻ്റെ സർക്കുലർ വന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വിത്ത് എഫക്റ്റ് ഫ്രം ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ 21 സെപ്റ്റംബർ മുതൽ ഇതിൻ്റെ കാര്യങ്ങൾ കമ്മിങ് ഇൻ ഫോഴ്സിൽ വരികയാണ്. ദെൻ ഇതിൽ കുറച്ച് എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ്, ഓപ്പറേഷൻ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. എസ്പെഷ്യലി ഇത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ആസിയാനെ പറ്റി കൂടി പറയണം. ആസിയാനിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് 1961 ഫോം ചെയ്തൊരു സംഘടനയുണ്ട്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ASA എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് ഒരുപാട് വന്നതിന് ശേഷം 2008 ചാർട്ടർ പ്രകാരമാണ് ആസിയാൻ എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നത്. FTA എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. സോ ഇത് പ്രകാരം എന്ന് പറയുന്നത് നമുക്ക് ചില കമ്മോഡിറ്റീസ് പുറം രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഉണ്ടാവത്തില്ല, ട്രേഡ് ഡ്യൂട്ടി ഉണ്ടാവത്തില്ല, ഫ്രീ ട്രേഡ് ആയിരിക്കും. മാത്രമല്ല ആസിയൻ കൺട്രീസുമായിട്ട് നമുക്ക് വേറെ ഒരുപാട് റിലേഷൻ ഉണ്ട്. ആസിയാൻ്റെ ഒരു ആസിയാനായിട്ട് ഒരുപാട് കരാറുകൾ, ട്രീറ്റീസ് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വെച്ചാൽ എക്കണോമിക്സ്, സാമ്പത്തികം, രാഷ്ട്രീയം, സുരക്ഷ, വിദ്യാഭ്യാസം, സാമൂഹികം, സാംസ്കാരികം, പിന്നെ സൈനികപരമായിട്ടുള്ള ഡിഫൻസുമായിട്ടുള്ള ട്രീറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ ആസിയാൻ എന്ന് പറയുന്നത് SCO, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാന പങ്കാളിയാണ്. മാത്രമല്ല ഏഷ്യ പസഫിക്കിലെ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനയായിട്ട് വേണമെങ്കിൽ ആസിയാനെ പറയാം. ആസിയാനിൽ 10 മെമ്പേഴ്സാണുള്ളത്. 2 ഒബ്സർവേറ്ററി ഉണ്ട്. ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് പപ്പാ ന്യൂ ഗിനിയയും അതുപോലെ ടിമോർ ലെസ്സുമാണ്. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട 10 മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രൂണൈ ഉണ്ട്, കംബോഡിയ ഉണ്ട്, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻ, വിയറ്റ്നാം ഉണ്ട്, സിംഗപ്പൂർ, തായ്ലൻഡ്. ഓക്കെ, അങ്ങനെ 10 എണ്ണമാണ് ഈ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത്. സോ ഈ മെമ്പർ കൺട്രീസുമായിട്ട് എല്ലാം തന്നെ നമുക്ക് എഗ്രിമെൻ്റ് ഉള്ളതാണ്. ഇവിടെ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ജക്കാർത്തയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് 1967 ബാങ്കോക്ക് ഡിക്ലറേഷനായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട് ഈ സംഘടനയ്ക്ക്. സോ ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ മതിയാകും ആസിയാനെ പറ്റിയുള്ളത്. അപ്പോൾ ആസിയാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ കരോട്ട 2020 എന്ന് പറയുന്നത് ന്യൂസിൽ വന്നത്. സോ അറ്റ് ദ സെയിം ടൈം PIBയിൽ അതിനെപ്പറ്റി മെൻഷനുണ്ട്. ഓർത്ത് വയ്ക്കേണ്ടത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ മിസ്യൂസ് ചെയ്യുന്നത്, FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് കാരണം മിസ്യൂസ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഗൈഡ് ലൈൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഒന്ന് ഓർക്കാം. ഇതിന് മുമ്പത്തെ കസ്റ്റംസ് ആക്ട് എന്ന് പറഞ്ഞാൽ 1962 ആണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. 1962 പ്രൊവിഷൻസ് മാറ്റിക്കൊണ്ട് വന്നത് കരോട്ട 2020 ആണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും കറണ്ട് അഫേഴ്സും ഒക്കെ ഇത്ര തന്നെയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.